ഹലോ നമസ്കാരം. നിസ്റ്റോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് കേരള ട്രഷറി കോഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അത് 2016 ജൂലൈ ആൽഫ കോഡ് ബിയിലെ 21 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്ക് ബുക്ക് വെച്ച് പരീക്ഷകളിൽ ബുക്ക് വെച്ച് എഴുതാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇന്ന് മുതൽ ക്വസ്റ്റ്യനുകളുടെ കൂടെ ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ റൂൾസ് പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് ആയതിനാൽ നിങ്ങൾ ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. 2016 ജനുവരിയിലാണെങ്കിൽ 2016 എ എന്നും ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നതെങ്കിൽ 2016 ബി എന്നും നിങ്ങൾ റൂൾസിന് നേരെ പ്രത്യേകം മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്ന കാര്യം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി അത് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ മായ്ച്ചു കളയേണ്ടതുമാണെന്ന് പറയുന്നു. ഏതായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. ദ ആനുവൽ റിവ്യൂ റിപ്പോർട്ട് ഓഫ് Accountant General on the working of treasuries will be submitted to. ട്രഷറികളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള വാർഷിക റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറൽ തയ്യാറാക്കി ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ആൻസർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ്. ആൻസർ സ്റ്റേറ്റ് ഗവൺമെൻറ്. വാട്ട് ആക്ഷൻ ഈസ് ടു ബി ഡൺ വെൻ എ ഫോർഗുഡ് നോട്ട് ഈസ് പ്രസൻറ്റഡ്. കള്ളനോട്ട് സമർപ്പിച്ചാൽ എന്തു നടപടിയാണ് സ്വീകരിക്കേണ്ടത്? എന്താണ്? ആൻസർ ഇൻഫോം ടു ദ പോലീസ് എന്നാണ്. ഒരു കള്ളനോട്ട് സമർപ്പിച്ചാൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടി. Question number 23. A remittance, whether made direct or through currency chest between two treasuries under a single government, should be classified as. ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള രണ്ട് ട്രഷറികളിൽ അടവാക്കുന്ന പണത്തെ എപ്രകാരമാണ് തരംതിരിക്കുന്നത്? ആൻസർ ലോക്കൽ റെമിറ്റൻസ്. ലോക്കൽ റെമിറ്റൻസ് ആയിട്ടാണ് രണ്ട് ട്രഷറികളിൽ അടവാക്കുന്ന പണത്തെ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തരംതിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ദ സബ് ട്രഷറി ഓഫീസർ ഷാൾ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഇൻ ദ സബ് ട്രഷറി അറ്റ് ലീസ്റ്റ്. സബ് ട്രഷറി ഓഫീസർ ഒരു സബ് ട്രഷറിയിലെ പണമായി അവശേഷിക്കുന്ന തുകയെപ്പറ്റി അന്വേഷിക്കേണ്ട കുറഞ്ഞ കാലയളവ് എത്രയാണ്? ആൻസർ ട്വൈസ് എ മന്ത്, അഥവാ 2 മാസത്തിലൊരിക്കലാണ് ഒരു സബ് ട്രഷറിയിലെ പണമായി അവശേഷിക്കുന്ന തുകയെപ്പറ്റി ആ സബ് ട്രഷറി ഓഫീസർ പരിശോധിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആർ ആൾസോ എംപവേർഡ് ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് സബ് ട്രഷറീസ് അണ്ടർ ദെയർ ജുറിസ്ഡിക്ഷൻ ഇൻ. ജോയിൻറ്റ് ഡയറക്ടർ തൻ്റെ നിയന്ത്രണത്തിലുള്ള സബ് ട്രഷറികളിൽ പരിശോധന നടത്തേണ്ട കുറഞ്ഞ കാലയളവ് എത്രയാണ്? ആൻസർ ബി 2 years. 2 വർഷത്തിലൊരിക്കലാണ് ജോയിൻറ്റ് ഡയറക്ടർ തൻ്റെ നിയന്ത്രണത്തിലുള്ള സബ് ട്രഷറികളിൽ പരിശോധന നടത്തേണ്ട കുറഞ്ഞ കാലയളവ്. ക്വസ്റ്റ്യൻ നമ്പർ 26. എ ബിൽ പ്രസൻറ്റഡ് അറ്റ് ദ ട്രഷറി ആസ് എ ക്ലെയിം ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ആൻ amount ബൈ ദ ഗവൺമെൻറ് ഷാൾ ഇൻറ്റർ ആലിയ കണ്ടെയ്ൻസ് ദ ക്ലാസിഫിക്കേഷൻ ഇൻഡിക്കേറ്റിംഗ്. ട്രഷറിയിൽ സമർപ്പിക്കുന്നതിനും പണം പിൻവലിക്കുന്നതിനും വേണ്ടിയുള്ളതുമായ ബില്ലിൽ താഴെ പറയുന്നവയിൽ എന്താണ് വേണ്ടത്? ആൻസർ എന്താ? എ മേജർ ഹെഡ്, ബി മൈനർ ഹെഡ്, സി സബ് ഹെഡ്, ഡി ഓൾ ഓഫ് ദ അബവ്. മുകളിൽ കൊടുത്തവയെല്ലാം എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 27. പ്രൈവറ്റ് പേഴ്സൺ മേ ഒബ്റ്റെയിൻ ചലാൻസ് in the prescribed from the treasury while departmental officers may obtain challans form. സ്വകാര്യ വ്യക്തികൾക്ക് ചലാൻ ഫോറം ട്രഷറിയിൽ നിന്നും ലഭിക്കുന്നത് പോലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ നിന്നാണ് ചലാൻ ഫോറം ലഭിക്കുന്നത് എന്നാണ്. ആൻസർ ദ ഗവൺമെൻറ് പ്രസ് എന്നാണ്.
Question number 28. Expenditure on printing of an office manual is to be classified under. ഓഫീസ് മാനുവലിൻ്റെ പ്രിൻറ്റിംഗ് ചെലവ് താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ പബ്ലിക്കേഷൻ. പ്രസിദ്ധീകരണത്തിൻ്റെ ചെലവിലാണ്, അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ചെലവ് പ്രസിദ്ധീകരണങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഈ ഓഫീസ് മാനുവലിൻ്റെ പ്രിൻറ്റിംഗ് ചെലവ് ഉൾപ്പെടുന്നത്. Question number 29. Period of preservation of daily scrolls received from the bank is. ബാങ്കിൽ നിന്നും ദിവസവും ലഭിക്കുന്ന സ്ക്രോളുകൾ എത്ര കാലം സൂക്ഷിക്കണം? ആൻസർ 3 years എന്നാണ്. 3 വർഷമാണ് ബാങ്കിൽ നിന്നും ദിവസവും ലഭിക്കുന്ന സ്ക്രോളുകൾ സൂക്ഷിക്കേണ്ട കാലയളവ്. Question number 30. Refund of lapsed deposit amount should be accounted as. പാഴായിപ്പോയ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട നിക്ഷേപ തുകയുടെ തിരിച്ചടവ് എപ്രകാരമാണ് കണക്കാക്കേണ്ടത്? ആൻസർ മിസ്ലേനിയസ് റീഫണ്ട് ആയിട്ടാണ് കാലഹരണപ്പെട്ട നിക്ഷേപ തുകയുടെ തിരിച്ചടവ് കണക്കാക്കേണ്ടത്. Question number 31. The annual statement of lapsed criminal court deposit is to be prepared. കാലഹരണപ്പെട്ട ക്രിമിനൽ കോടതി നിക്ഷേപത്തിൻ്റെ വാർഷിക പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ ദ ട്രഷറി ഡീലിംഗ് ദ അക്കൗണ്ട്സ് എന്നാണ്. കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ട്രഷറിയാണ് ക്രിമിനൽ കോടതി നിക്ഷേപത്തിൻ്റെ വാർഷിക പട്ടിക തയ്യാറാക്കുന്നത്. Question number 32. Every strong room of a treasury should get certified for a safety by the PWD in which of the following period. എത്ര കാലപരിധിക്കുള്ളിലാണ് ട്രഷറി സ്ട്രോങ് റൂം പൊതുമരാമത്ത് വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നത്? ആനുവലി ആണ് ആൻസർ, വാർഷികമായി. പൊതുമരാമത്ത് വകുപ്പ് സ്ട്രോങ് റൂം സാക്ഷ്യപ്പെടുത്തുന്നത് വർഷത്തിലൊരിക്കലാണ്. Question number 33. The treasury officer shall not pay any gratuity except on an authority received from the. താഴെ പറയുന്ന ഏത് അധികാരിയുടെ അനുമതിയോടുകൂടിയാണ് ഗ്രാറ്റുവിറ്റി നൽകുന്നത്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറലാണ്. അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അനുമതിയോടുകൂടിയാണ് ഗ്രാറ്റുവിറ്റി നൽകുന്നത്. Question number 34. Terms and condition under which RBI drafts will be issued at par are detailed in. റിസർവ് ബാങ്കിൻ്റെ ഡ്രാഫ്റ്റ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ അപ്പൻഡിക്സ് 20 ആണ്. Question number 35. The system of appropriation control by Treasury is applicable to all heads of accounts except in the case of. അപ്രോപ്രിയേഷൻ കൺട്രോൾ ബാധകമല്ലാത്ത ട്രഷറി അക്കൗണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ എന്താണ്? എ സ്കോളർഷിപ്പ് ആൻഡ് സ്റ്റൈപ്പൻസ്, പെൻഷൻ, സി സാലറീസ് ആൻഡ് വേജസ്, ഡി ഓൾ ദ ഐറ്റംസ് മെൻഷൻഡ് അബോവ്. മുകളിൽ കൊടുത്തവയെല്ലാം എന്നിവയാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ ബാധകമല്ലാത്ത ട്രഷറി അക്കൗണ്ട്. 36. Pay and allowance of contingent staff are to be drawn in. കണ്ടിജൻ്റ് ജീവനക്കാരുടെ ശമ്പളവും അലവൻസും പിൻവലിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പേ ബിൽ, ബി കണ്ടിജൻ്റ് പേ ബിൽ, സി ബിൽ ഫോർ ക്ലൈമിംഗ് മിസലേനിയസ് ഫോം TR42. നൺ ഓഫ് ദീസ്. ആൻസർ ഇവയൊന്നുമല്ല കണ്ടിജൻ്റ് ജീവനക്കാരുടെ ശമ്പളവും അലവൻസും പിൻവലിക്കുന്നത്. ഇതിൽ റൂൾ 188 പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം നോക്കുക. 37. എ ബിൽ ബിക്കംസ് വൗച്ചർ വെൻ ഇറ്റ് ഈസ്. ഒരു ബില്ലിനെ വൗച്ചർ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ആൻസർ പണം നൽകുമ്പോഴാണ് ഒരു ബില്ലിനെ വൗച്ചർ, അല്ലെങ്കിൽ പെയ്ഡ് എന്ന മുദ്ര ചെയ്യുമ്പോഴാണ് ഒരു ബില്ലിനെ വൗച്ചർ എന്ന് വിളിക്കുന്നത്. റൂൾ 162 പരിശോധിക്കുക. Question number 38 ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. Question number 39. ട്രഷറി ബിൽ ബുക്ക് ഈസ് യൂസ്ഡ് ടിൽ ദ എൻഡ് ഓഫ്. ട്രഷറി ബിൽ ബുക്ക് വർഷത്തിൻ്റെ ഏത് കാലയളവ് വരെ ഉപയോഗിക്കാം? ആൻസർ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷമാണ് ഒരു ട്രഷറി ബിൽ ബുക്ക്
യൂസ് ചെയ്യുന്നതിൻ്റെ കാലയളവ്. Question number 40. The treasury form used to prepare bills of pay and allowances of non-gazetted employees is. ഗസറ്റഡ് ഉദ്യോഗസ്ഥരല്ലാത്ത ജീവനക്കാരുടെ ശമ്പളവും അലവൻസും തയ്യാറാക്കുന്ന ഫോറം ഏതാണ്? ആൻസർ TR-50M-1 ആണ്. ഒരു ഗസറ്റഡ് അല്ലെങ്കിൽ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും അലവൻസും തയ്യാറാക്കുന്ന ഫോറം. ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.